ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ പത്തിരിയാണ്. റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ വെളിച്ചെണ്ണ പത്തിരി ഉണ്ടാക്കുന്ന വിധം നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. റവ എടുത്ത അതേ കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ റവ ഇതിലേക്കിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കെല്ലാം അരിപ്പൊടി വാട്ടുന്ന അതേ രീതിയിൽ തന്നെ വാട്ടിയെടുക്കാം. ഇതിൻ്റെ വെള്ളം മുഴുവൻ വലിഞ്ഞാലും ഇത് നല്ലതുപോലെ എല്ലായിടത്തും തിളച്ച വെള്ളം എത്തുന്നത് വിധം നല്ലതുപോലെ ചൂടാകാൻ വേണ്ടി തീ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്കൊരു 6 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ പത്തിരിക്ക് കുഴക്കുന്ന ആ പരുവത്തിൽ മിനുസമായി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടിയെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്കൊരൽപ്പം പൊടി വിതറി കൊടുക്കാം. ഒരുപാട് പൊടിയുടെ ആവശ്യമില്ല, ഒരൽപ്പം മാത്രം പൊടി ഇതിലേക്ക് വിതറി കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പൊടി വിതറി കൊടുക്കുന്നത്. ഇതുപോലെ കൈകൊണ്ട് പരത്തിയതിന് ശേഷം ഇതുപോലത്തെ വല്ല ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂടിയോ എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. ഇനി ഈ ഓരോ പത്തിരി നമുക്ക് എടുത്തു നോക്കാം. ഇതുപോലെ ഓരോ പീസാക്കി എടുക്കാം. ഒരുപാട് കനം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയ്ക്ക് കട്ടി ആവശ്യമാണ്. നമ്മൾ അരിപ്പൊടി കൊണ്ട് വെളിച്ചെണ്ണ പത്തിരി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഇതുപോലെ തന്നെ മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവ് കൂടെ ഇതുപോലെ കുഴച്ച് ഒന്ന് കൂടെ ഇതുപോലെ തന്നെ പരത്തി നമുക്കിതേ ഗ്ലാസ് കൊണ്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പോൾ ഇത് മുഴുവൻ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ അടുപ്പത്ത് വച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഈ പത്തിരി ഓരോന്നോരോന്നായി ഇതിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പൊടികൾ നമ്മൾ വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. നമുക്ക് തീ കൂട്ടി വെച്ചുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം വെന്ത് വരുമ്പോൾ നമുക്ക് മറ്റേ വശം കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡ് കൂടെ നല്ലതുപോലെ ഫ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ കൂടുതൽ ഫ്രൈ ആയി നല്ലതുപോലെ ക്രിസ്പി ആയി വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 3-4 തവണ മറിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ല ഇതുപോലെ ഒരുപാട് കളർ മാറാതെ എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാനിപ്പോൾ ഒരു തവണ ഒരുപാട് കളർ മാറാതെ ഒരുപാട് ക്രിസ്പി ആകാത്ത രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് ഇടുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഫ്രൈ ആയ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഫ്രൈ ആയ രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. സ്നാക്സ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, നമുക്ക് രാവിലെ വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. ഇതിൻ്റെ അകം നല്ല സോഫ്റ്റാണ്, പുറം നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഇരിക്കുന്നത്.
വേണമെങ്കിൽ ഇത് കൂടെ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ട് നല്ലതുപോലെ ഗോൾഡൻ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതുപോലെ വേണമെങ്കിൽ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.